മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് മന്ത്രിതല യോഗം ചേരുന്ന ദിവസമാണ്. സെക്രട്ടേറിയറ്റിൽ വെച്ച് ചേരുന്ന ഈ യോഗത്തിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖും എക്സൈസ് മന്ത്രി എം ലിജുവും പങ്കെടുക്കും. കർഷകർക്ക് വീണ്ടും കൃഷി ആരംഭിക്കാനുള്ള പലിശരഹിത വായ്പകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. വിവിധ ബാങ്കുകളുടെ പ്രതിനിധികളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. അരുൺ സോളമനിലേക്ക് പോവുകയാണ് വിവരങ്ങൾക്കായി. അരുൺ, യോഗം എപ്പോഴാണ്? പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ, അതായത് എത്രത്തോളം സഹായകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചർച്ചയിൽ വരിക? ശ്രുതി, ഷിഖാസ്, ഇത് നിലവിൽ സംസ്ഥാനത്ത് 121 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് നേരത്തെ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 9332 ഹെക്ടർ ഭൂമിയിലാണ് ഇപ്പോൾ ഈ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. അതിനർത്ഥം സംസ്ഥാനത്തെ 45,000-ഓളം വരുന്ന കർഷകർക്ക് വൻ നാശം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർഷകരെ എങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കാം, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, അതിന്റെ ആഘാതം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളതാണ് നിലവിൽ പ്രധാനമായിട്ടും ഇന്ന് നടക്കുന്ന യോഗത്തിൽ അജണ്ടയായി മാറുക. നിലവിൽ കൃഷി വകുപ്പ് മന്ത്രിക്ക് കൂടാതെ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന്, നിലവിലെ കേരള ബാങ്ക് അതുപോലെ തന്നെ നബാർഡ്, കാർഷിക സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരും പ്രതിനിധികളും അടക്കമുള്ളവരാണ് ഈ മന്ത്രിതല യോഗത്തിൽ ഒപ്പമുണ്ടാവുന്നത്. ഇതിൽ പ്രധാനമായും വരുന്ന ദിവസങ്ങൾ ഈ കർഷകർക്ക് വീണ്ടും കൃഷി പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിനു വേണ്ടിയിട്ട് പലിശരഹിതമായിട്ടുള്ള വായ്പകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായിക്കുന്നതിനും അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രതിനിധികൾക്ക് എങ്ങനെയാണ് അത് ഈ ആഘാതം എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും യോഗത്തിൽ എന്തായാലും ചർച്ചയാകുക. ഇന്ന് 3 മണിയോടുകൂടിയാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഈ യോഗം നടക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓണം അടുക്കുന്ന ഒരു സീസണോട് അനുബന്ധിച്ച് തന്നെ കൃഷി ഇറക്കാനായിട്ട് ആലോചിച്ചിരുന്ന കർഷകർക്കാണ് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഈ തിരിച്ചടി, അതിലുണ്ടായിട്ടുള്ള നഷ്ടം അതെങ്ങനെ നികത്താമെന്ന് തന്നെയാണ് സർക്കാർ നിലവിൽ ആലോചിച്ചു വരുന്നത്. എന്തായാലും 121 കോടി രൂപയുടെ നഷ്ടം അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഈ കാർഷിക സഹകരണ ബാങ്കുകൾക്ക് എങ്ങനെയാണ് ഇനി പലിശരഹിത വായ്പ അനുവദിക്കാൻ കഴിയുക, പ്രത്യേകിച്ച് നബാർഡ് അടക്കമുള്ള അവരുടെ പ്രതിനിധികളൊക്കെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം ഏതായാലും നിർണായകമാകും. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ കാലങ്ങളിലും പ്രത്യേകിച്ച് ഓണക്കാലത്ത് ആണ് ഈ തിരിച്ചടി എപ്പോഴും കർഷകർ നേരിട്ട് വരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലും ഇപ്പോഴും ചില കർഷകർക്കൊക്കെ ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകരും ഏറെ ആശങ്കാകുലരായി ഇരിക്കുകയാണ്. സർക്കാരിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കർഷകരും ഇരിക്കുന്നത്. എന്തായാലും സഹായം കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പലിശരഹിത വായ്പ കിട്ടിയാൽ മാത്രമേ വീണ്ടും കൃഷി ഇറക്കാൻ കഴിയൂ എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം കർഷകരും പങ്കുവച്ചിട്ടുള്ളത്. ഷിഖാസ്, ശ്രുതി. ഓക്കെ, വ്യക്തമാണ്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകിയത്. കൃഷിനാശം ചർച്ച ചെയ്യാനുള്ള യോഗമാണ് ഇന്ന് 3 മണിക്ക് ചേരുന്നത്.